സങ്കീർത്തനങ്ങൾ 20-ന്റെ 1-ാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാലും, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. ഈ വാചകം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കഷ്ടകാലത്ത് ഉത്തരവുമായി എഴുന്നള്ളി വരുന്ന യഹോവ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. BC 1000-ൽ ഈ തിരിച്ചറിവ് ദാവീദിനുണ്ടായി. ദാവീദിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ദാവീദിന്റെ കാലം, അതിനകത്ത് സന്തോഷകാലമുണ്ട്, അതിനകത്ത് കഷ്ടകാലമുണ്ട്, അതിൽ സമ്മിശ്രമാണ്. ഈ ലോകത്തിലെ ജീവിതം അങ്ങനെയാണ്. ചില ദിവസങ്ങൾ നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കും, സന്തോഷം കിട്ടുന്ന ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങൾ വിലാപ ദിവസങ്ങളായി മാറും. എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ലോകത്തിലെ ജീവിതം. എന്നാൽ ജാതിപരമായി രക്ഷ പ്രാപിച്ച അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെട്ട സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ട ദാവീദ് ഒരു തിരിച്ചറിവ് പ്രാപിച്ചു. അതിങ്ങനെയാണ്: കഷ്ടകാലത്ത് ഉത്തരവുമായി എനിക്കായി എഴുന്നള്ളുന്ന ഒരു യഹോവയുണ്ട്. ആ തിരിച്ചറിവുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേരത് തിരിച്ചറിഞ്ഞ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? എന്റെ തീവ്രമായ കഷ്ടതയ്ക്കകത്ത് അവൻ ഉത്തരവുമായി, മറുപടിയുമായി ഉത്തരം പറയാൻ എന്റെ നാവ് പൊക്കാൻ എനിക്ക് കൽപ്പില്ലാതിരിക്കുമ്പോൾ, ഉത്തരം പറയാൻ പറ്റാതെ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുമ്പോൾ, ഉത്തരം പറയാൻ കഴിയാതെ ഞാൻ വിഷമവൃത്തത്തിലായിരിക്കുമ്പോൾ, എനിക്ക് വേണ്ടി അവൻ മറുപടിയുമായി, അവൻ പഴുതടച്ച ഉത്തരവുമായി, ആർക്കും പ്രതിവാദം നടത്താൻ പറ്റാത്ത ഉത്തരവുമായി എഴുന്നള്ളി വരുന്ന യഹോവയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ അവൻ ഈ ദൂത് ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചാരാധിക്കാം. അതുകൊണ്ട് വരുന്ന ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിൽ അത് സുഖദുഃഖ സമ്മിശ്രമാണ്. അതിനകത്ത് ദൈവ പൈതൽ, നീ ഒരു കഷ്ടത അനുഭവിക്കുമ്പോൾ അതിൽ നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല നാം സേവിക്കുന്ന കർത്താവ്. നാം സേവിക്കുന്ന കർത്താവ് അതിൻ്റെ നടുവിൽ ഉത്തരവുമായി എഴുന്നള്ളി വരും. തീവ്രമായ കഷ്ടതയുടെ നടുവിൽ ഇടവും വലവും ചുറ്റുപാട് നിന്നും ഒരു മറുപടിയും ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ ഉയരത്തിലേക്ക് നോക്ക. അവൻ മഹാദൈവം, സിംഹാസനസ്ഥനായവൻ മറുപടിയുമായി, അവൻ മറുപടിയും കരത്തിലേന്തി ഇറങ്ങി വരുന്ന കാലമുണ്ടെന്ന് ഈ ദൂതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വരുന്നൊരാഴ്ച മുഴുവനും കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.